ഫിലിപ്പോസ് നഥാനിയേലിനെയും കൂട്ടി യേശുവിനടുത്തേക്ക് വരുന്നതും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുമാണ് സുവിശേഷം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനോട് ഡോക്ടർ സുധാകർ അഭ്യർത്ഥിച്ചു തൻ്റെ ഗുരുവായിരിക്കണമെന്ന്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വലിയൊരു ഗുരുവിനെ കാണിച്ചു തരാം. അദ്ദേഹം ലോകൈക ഗുരുവാണ്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുകയാണ്, അത് യേശുക്രിസ്തുവാണ്. അന്നു തന്നെ ഡോക്ടർ സുധാകർ യേശുക്രിസ്തുവിനെ തൻ്റെ ഗുരുവായി സ്വീകരിച്ച് തൻ്റെ ജീവിതം അവിടത്തേക്ക് സമർപ്പിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ നഥാനിയേൽ, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രയേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞ് യേശുവിടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. ഫിലിപ്പോസാണ് യേശുവിനെപ്പറ്റി നഥാനിയേലിനോട് പറയുന്നത്. കണ്ടുമുട്ടുന്നവരോടും സുഹൃത്തുക്കളോടുമൊക്കെ യേശുവിനെപ്പറ്റി സാക്ഷ്യം നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. വന്നു കാണുകയെന്നാണ് ഫിലിപ്പോസ് പറഞ്ഞത്, നിർബന്ധത്താലല്ല. സ്വന്തം ഇഷ്ടപ്രകാരം വന്നതുകൊണ്ട് നഥാനിയേലിന് ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടായി. ആ ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായേലിൻ്റെയും തിരുനാളാണ്. ദൈവത്തിൻ്റെ സവിശേഷമായ സാന്നിധ്യത്തെയാണ് ദൈവദൂതൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചുറ്റിനും ദൈവ സാന്നിധ്യവുമായി ഈ മുഖ്യ ദൂതന്മാരുണ്ട്. പാപത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ ശക്തിക്കെതിരെ ദൈവത്തിൻ്റെ മുഖ്യ ദൂതന്മാർ സംരക്ഷണം ഒരുക്കുന്നു. നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഈ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു പോവാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.